നമസ്കാരം, വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2026 ജൂലൈ 4, 5 തീയതികളിലെ ദിനഫലങ്ങൾ, രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത്. 12 രാശിക്കാരെക്കുറിച്ചും പറയുന്നുണ്ട്. ഒരു ദിവസം നമ്മൾ മിനിമം അറിഞ്ഞിരിക്കേണ്ട ജ്യോതിഷ വിവരങ്ങൾ ഏറ്റവും ചുരുക്കിയാണ് ഇതിൽ പറയുന്നത്. ഇതിൻ്റെ കറക്റ്റ് ടൈമിങ് പറയുന്നത് ജൂലൈ 4 അർദ്ധരാത്രിക്ക് ശേഷം 12:48 AM മുതൽ ജൂലൈ 6 രാവിലെ 9:57 AM വരെയാണ് ഈ ഫലങ്ങൾ അനുഭവവേദ്യമാകുന്നത്. പിന്നെ പ്രധാനപ്പെട്ട ഒരു രാശിമാറ്റമുണ്ട്. ശുക്രൻ ജൂലൈ 4 രാത്രി 7:15 PM ചിങ്ങം രാശിയിലേക്ക് രാശി മാറുന്നു. അപ്പോൾ ഈ ടൈമിങ് ഇതാണ്. ജൂലൈ 4 വെളുപ്പിന്, അതായത് ജൂലൈ 3 അർദ്ധരാത്രിക്ക് ശേഷം ജൂലൈ 4 വെളുപ്പിന് 12:48 AM മുതലാണ് ഈ ഫലങ്ങൾ അനുഭവവേദ്യമാകുന്നത്. ഓക്കെ, ആദ്യം ഏതാണ്ട് 3 രാശിക്ക് ഇടിവെട്ട് സൗഭാഗ്യമാണ്. 1, 2, 3, 4 രാശിക്കാർക്ക് ഗുണാധിക്യമുണ്ട്. ഇപ്പോൾ 4, 3, 7. ബാക്കി ഏകദേശം 5 രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ. 3 രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം ദോഷാധിക്യമുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഡീറ്റെയിൽഡായിട്ട് പറയാം. ആദ്യം മേടം രാശി. അശ്വതി, ഭരണി, കാർത്തിക ആദ്യപാദം ഇടിവെട്ട് സൗഭാഗ്യമാണ്. ഇവിടെ പ്രധാനമായിട്ട് പറയേണ്ടത് ശനി മാത്രമാണ് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ടുള്ളത്. അപ്പോൾ ശനിയാഴ്ച, ശനി എന്ന് പറയുമ്പോൾ നമുക്ക് 7 ശനിയാണ്, 7 ശനിയുടെ ആദ്യ ഭാഗമാണ്. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. ഇവർക്ക് തൊഴിൽപരമായിട്ടുള്ള നേട്ടം അത് മിഥുനമാസം മുഴുവനുണ്ട്. പിതൃഗുണം, സന്താന നേട്ടം, കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, ഭൗതിക സുഖങ്ങൾ, പിന്നെ ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. പൊതുവെ മേടൻ രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ഇനി ഇടവൻ രാശി. കാർത്തിക അവസാന 3 പാദം, രോഹിണി, മകയിര ആദ്യ 2 പാദം. ഇടവൻ രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ചൊവ്വ മാത്രമാണ് ഇവർക്ക് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. അത് ലഗ്നത്തിൽ തന്നെയാണ് ചൊവ്വ നിൽക്കുന്നത്. അപ്പോൾ ശാരീരിക മാനസിക അസ്വസ്ഥതകൾ, പിന്നെ വാഹനങ്ങൾ സൂക്ഷിച്ചു ഉപയോഗിക്കുക, അപകടങ്ങൾ കരുതിയിരിക്കുക. എങ്കിലും ഇവർക്ക് 3 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലവും 5 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രവുമായിട്ട് ഫലം തരുന്നു. അപ്പോൾ ഗുണാധിക്യമാണ് ഞങ്ങൾ പറയുന്നത്. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ശനി ഇവർക്ക് അത്യധികം അനുകൂലമായിട്ട് 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഇവർ ഏർപ്പെടുന്ന ഏതൊരു കാര്യത്തിനും ഒരു വിജയസാധ്യത നിലനിൽക്കും. കൂടാതെ ചന്ദ്രനും അനുകൂലമാണ്, ശുക്രനും അനുകൂലമാണ്. ഓക്കെ, അപ്പോൾ ഇവർക്ക് വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, ശാരീരിക മാനസിക സൗഖ്യം, ശനിയും ചന്ദ്രനും ശുക്രനും കൂടി ചേരുന്നെങ്കിലും ചൊവ്വ പ്രതികൂലമാണ്. പക്ഷേ അതൊക്കെ ഇവർക്ക് മറികടക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ. അതുപോലെ തന്നെ ഭൗതിക സുഖങ്ങൾ. പൊതുവെ ഇടവൻ രാശിക്ക് ഗുണാധിക്യമാണ്. ഇനി മിഥുനം രാശി. മകയിരം അവസാന 2 പാദം, തിരുവാതിര, പുണർദം ആദ്യ 3 പാദം. ഇവർക്ക് ശനി, സൂര്യൻ, ചൊവ്വ എന്നീ പാപഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. ശാരീരിക മാനസിക അസ്വസ്ഥതകളുണ്ടാവാം. എൻ്റെ ഒരു സുഹൃത്ത്, ഒരു സ്ത്രീയാണ്, അവർക്ക് പല്ല് വേദനയുമായിട്ട് വലിയ ബുദ്ധിമുട്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ. അപ്പോൾ അത് ഞാൻ അവരോട് പറഞ്ഞത് ഇതാണ്: സൂര്യൻ ജന്മത്തിലാണ്, ചൊവ്വ 12ാം ഭാവത്തിൽ, കർമ്മത്തിലാണ്
ശനി നിൽക്കുന്നതെങ്കിലും അത് ഈ പറഞ്ഞ പോലെ കണ്ടക ശനിയാണ്. അപ്പോൾ ഈ 3 പാപഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത് ദോഷകരം തന്നെയാണ്. അപ്പോൾ നമ്മൾ ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. ഞായറാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന് വഴിപാട് നടത്തുക. ഇവർക്ക് പക്ഷേ ഗുണാധിക്യമാണ് നമ്മൾ കാണുന്നത്. ചന്ദ്രൻ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു. ഓക്കെ, ഇവർക്ക് 5 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ടുണ്ട്. അതാണ് ഗുണാധിക്യം ഞങ്ങൾ പറയുന്നത്. അല്പം ഭാഗ്യപരീക്ഷണങ്ങളൊക്കെ സാധ്യതയുണ്ട്. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, അതുപോലെ തന്നെ ഭൗതിക സുഖങ്ങൾ, ബൗദ്ധിക മേഖലയിലും കലാസാഹിത്യ രംഗത്തും ഉയർച്ച, ബുധനും വ്യാഴവും ധനസ്ഥാനത്ത് നിൽക്കുന്നു. അപ്പോൾ അത് കാണിക്കുന്നത് ബൗദ്ധിക മേഖലയിൽ നിന്നാണ് പ്രധാനമായിട്ടും ഇവർക്ക് ധനവരവുണ്ടാവുക. ഓക്കെ, പൊതുവെ മിഥുന രാശിക്ക് ഗുണാധിക്യമാണ്. എങ്കിലും 3 പാപഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമായതുകൊണ്ട് ശാരീരിക മാനസിക അസ്വസ്ഥതകൾ ഉണ്ടാവാം. ഇനി കർക്കിടകം രാശി, പുണർദം അവസാന പാദം, പൂയ ആയില്യം. ഓക്കെ, ഇവർക്ക് 5 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. അപ്പോൾ അത് ചന്ദ്രനും വ്യാഴവും ബുധനും സൂര്യനും സർപ്പവും പ്രതികൂലമാണ്. ഓക്കെ, ഇവർക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം ദോഷാധിക്യമുള്ള ദിവസങ്ങളാണ്. ഞായറാഴ്ച ശിവന്, തിങ്കളാഴ്ച ശിവന്, ബുധനാഴ്ച ശ്രീകൃഷ്ണന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വ്യാഴാഴ്ച വഴിപാടുകൾ നടത്തുക. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. പൊതുവെ അല്പം ശാരീരിക മാനസിക അസ്വസ്ഥതകളുണ്ടാവാം. അപകടങ്ങൾ കരുതിയിരിക്കുക. അതുപോലെ തന്നെ വാക്കുകൾ കൊണ്ട് ശത്രുക്കൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, പിന്നെ ഇവർക്ക് ചൊവ്വ അനുകൂലമാണ്. 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്താണ് ചൊവ്വ നിൽക്കുന്നത്. എങ്കിലും ശത്രു ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. ശുക്രൻ അനുകൂലമാണ്. ഒരു പരിധിവരെ ഇവർക്ക് ധനവരവുണ്ടാവാം. അതുപോലെ തന്നെ ഭൂമി ക്രയവിക്രയങ്ങളിൽ നേട്ടമുണ്ടാവാം. എങ്കിലും പൊതുവെ ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം ദോഷാധിക്യമുള്ള ദിവസങ്ങളാണ്. അപകടങ്ങൾ കരുതിയിരിക്കുക. ഓക്കെ, അപ്പോൾ കർക്കിടക രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. ഇനി ചിങ്ങം രാശി, മകം, പൂര, ഉത്രം, ആദ്യപാദം. ചിങ്ങം രാശിക്കും ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. 5 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നു. ഇവർ ബുധനാഴ്ച ശ്രീകൃഷ്ണന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. എങ്കിലും ഇവർക്ക് 4 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമാണ്. പ്രത്യേകിച്ച് ചൊവ്വയും സൂര്യനും. ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടമുണ്ടാവും ഒരു പരിധിവരെ. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും ഒരു പരിധിവരെ. തൊഴിൽ നേട്ടമുണ്ടാവും. പിതൃഗുണം, സന്താന നേട്ടം ഇവ പ്രതീക്ഷിക്കാം. വിവിധ സ്രോതസ്സിൽ നിന്നും ധനവരവുണ്ടാവും. എങ്കിലും അതിനൊക്കെ ഒരു പരിധിയുണ്ടാവും. പൊതുവെ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളായിട്ടാണ് ഞങ്ങൾ പറയുന്നത്. ഇനി കന്നിരാശി, ഉത്രം അവസാന 3 പാദം,
അത്തം ചിത്തിര ആദ്യ 2 പാദം. കന്യരാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ശനി മാത്രമാണ് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. തൊഴിൽപരമായിട്ട് നേട്ടം, അതുപോലെ തന്നെ പിതൃഗുണം, സന്താന നേട്ടം, അതുപോലെ തന്നെ ബൗദ്ധിക മേഖലയിൽ നേട്ടം, സർവവിധ സൗഭാഗ്യം. വ്യാഴം 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്താണ് കന്യരാശിക്ക്. അപ്പോൾ വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, അതുപോലെ തന്നെ ഭൗതിക സുഖങ്ങൾ. പൊതുവെ കന്യരാശിക്ക് ഗുണാധിക്യം, അത്യധികം ഗുണാധിക്യം ആണ് പറയുന്നത്. ഇപ്പോൾ പറഞ്ഞതിൽ മേടവും കന്നിയും ഇടിവെട്ട് സൗഭാഗ്യമാണ്. ഓക്കെ, ഇനി തുലാം രാശി. തുലാം രാശി എന്ന് പറയുമ്പോൾ ചിത്തിര അവസാന 2 പാദം, ചോതി, വിശാഖ ആദ്യ 3 പാദം. തുലാം രാശിക്ക് ചൊവ്വ മാത്രമാണ് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. അത് പക്ഷേ അഷ്ടമത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ അപകടങ്ങൾ കരുതിയിരിക്കുക, വാഹനങ്ങൾ സൂക്ഷിച്ചു ഉപയോഗിക്കുക, ശാരീരിക മാനസിക അസ്വസ്ഥതകളുണ്ടാവാം, നിയമപരമായ പ്രശ്നങ്ങളുണ്ടാവാം. അതുപോലെ തന്നെ ദീർഘകാലം സുഹൃത്തുക്കളായിരുന്ന പലരും നിങ്ങളുമായിട്ട് അകന്നു പോവും. ഓക്കെ, എങ്കിലും പൊതുവെ നമ്മൾ ചൊവ്വാഴ്ച വ്രതമെടുത്ത് മുരുകന് വഴിപാട് നടത്തിയാൽ ഈ കാര്യങ്ങളൊക്കെ മറികടക്കാൻ പറ്റും. ഇവർക്ക് ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്. ഇവർ ഏർപ്പെടുന്ന ഏതൊരു കാര്യത്തിനും ഒരു വിജയസാധ്യത നിലനിൽക്കും. ഓക്കെ, തുലാം രാശിക്ക് ഗുണാധിക്യമാണ് ഞങ്ങൾ പറയുന്നത്. ഓക്കെ, ഇനി വൃശ്ചികം രാശി. വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട. വൃശ്ചികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. എങ്കിലും ഇവർക്ക് ചൊവ്വയും സൂര്യനും പ്രതികൂലമാണ്. അപ്പോൾ തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവാം, ശാരീരിക മാനസിക അസ്വസ്ഥതകളുണ്ടാവാം. അതുപോലെ തന്നെ നിയമപരമായ പ്രശ്നങ്ങൾ പുതുതായി ഉടലെടുക്കാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് പിതൃസ്വത്തുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഞായറാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന് വഴിപാടുകൾ നടത്തുക. പൊതുവെ ഇവർക്ക് ഭാഗ്യസ്ഥാനത്ത് വ്യാഴം ഹംസയോഗത്തോടുകൂടി നിൽക്കുന്നതിനാൽ ഭൗതിക സുഖങ്ങൾ, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ് ഒക്കെ ഉണ്ടാവും. പൊതുവെ വൃശ്ചികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇവർക്ക് 6 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു. വ്യാഴം മാത്രമാണ് ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് നിൽക്കുന്നത്. അതൊരു 1.5 ഭാഗ്യമാണ്. ഓക്കെ, ഭാഗ്യ ഉള്ള ദിവസങ്ങളൊക്കെ തന്നെ. എങ്കിലും നമുക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് മാത്രമേ 6 ഗ്രഹങ്ങൾ നിൽക്കുന്നുള്ളൂ. അതിൻ്റെ ഒരു പൊലിമക്കുറവ് ഉണ്ടാവാം. പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിട്ട് പറയുന്നു. ഇനി ധനുരാശി. മൂലം, പൂരാടം, ഉത്രാടം ആദ്യ പാദം. ധനുരാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണെങ്കിലും ശനി, സൂര്യൻ, വ്യാഴം ഏറ്റവും പ്രധാനപ്പെട്ട 3 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. ഞായറാഴ്ച ശിവന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന്, ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ശാരീരിക അസ്വസ്ഥതകളുണ്ടാവാം. പൊതുവെ ഭൗതിക സുഖങ്ങൾക്ക് ഒരു പൊലിമക്കുറവൊക്കെ ഉണ്ടാവുമെങ്കിലും ഇവർക്ക് 6 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് അനുകൂലമാണ്. അപ്പോൾ ചന്ദ്രൻ ഉൾപ്പെടെ. അപ്പോൾ ഇതൊക്കെ ഇവർക്ക് മറികടക്കാൻ പറ്റും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഇവർക്ക് ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. ഭൗതിക സുഖങ്ങൾ, ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടമുണ്ട്. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവുമെങ്കിലും ശനി, സൂര്യൻ, വ്യാഴം ഇവയുടെ പ്രതികൂലാവസ്ഥ കൊണ്ട് അതിനൊക്കെ ഒരു പൊലിമക്കുറവുണ്ടായിരിക്കും. എന്നാൽ തന്നെയും പൊതുവെ ഇവർക്ക് ചന്ദ്രൻ ഉൾപ്പെടെ ചൊവ്വ ഉൾപ്പെടെ അനുകൂലമായിട്ട് ഗ്രഹങ്ങൾ നിൽക്കുന്നതിനാൽ
ഞങ്ങൾ ഗുണാധിക്യം, അത്യധികം ഗുണാധിക്യം പറയുന്നു. ഇനി മകരം രാശി. ഉത്രാടം അവസാന 3 പാദം, തിരുവോണം, അവിട്ടം ആദ്യ 2 പാദം. മകരം രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. കാര്യമായ പ്രതികൂല ഗ്രഹങ്ങളൊന്നുമില്ല. പക്ഷേ അനുകൂലമായിട്ട് നിൽക്കുന്നതെല്ലാം കിടിലം ഗ്രഹങ്ങളാണ്. ശനി, സൂര്യൻ, വ്യാഴം, ശുക്രൻ, അങ്ങനെ 4 ഗ്രഹങ്ങൾ ഗുണാധിക്യം നേടിത്തരുന്നു. 4 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു. ഇവർ ഏർപ്പെടുന്ന ഏതൊരു കാര്യത്തിനും വിജയസാധ്യതയുണ്ട്. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. തൊഴിൽപരമായിട്ട് നേട്ടം അത് ഈ മിഥുനമാസം മുഴുക്കെ ഉണ്ടാവും. പിതൃഗുണം, സന്താന നേട്ടം ഇവയൊക്കെ അനുഭവപ്പെടും. അതുപോലെ തന്നെ ഭൗതിക സുഖങ്ങൾ, വിവിധ സ്രോതസ്സിൽ നിന്നും ധനവരവ്, അതുപോലെ തന്നെ ബന്ധങ്ങൾ ഊഷ്മളമാവും. പൊതുവെ മകരം രാശിക്ക് ഗുണാധിക്യമാണ് ഞങ്ങൾ പറയുന്നത്. ഇനി കുംഭം രാശി. അവിട്ടം അവസാന 2 പാദം, ചതയം, പൂരിട്ടാതി ആദ്യ 3 പാദം. കുംഭം രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. 5 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. സർപ്പം, ശിഖി, ശനി, ചൊവ്വ, വ്യാഴം. ഓക്കെ. അപ്പോൾ ചൊവ്വ ഇവർക്ക് പ്രതികൂലമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ വാഹനങ്ങളൊക്കെ സൂക്ഷിച്ച് ഉപയോഗിക്കുക. ശാരീരിക മാനസിക അസ്വസ്ഥതകൾ ഉണ്ടാവാം. അപകടങ്ങൾ കരുതിയിരിക്കുക. ചൊവ്വാഴ്ച മുരുകന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാട് നടത്തുക. ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. എങ്കിലും ഇവർക്ക് ചന്ദ്രനും ബുധനും അനുകൂലമാണ് ഡയറക്റ്റായിട്ട്. എങ്കിലും പൊതുവെ ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം ദോഷാധിക്യമുള്ള ദിവസങ്ങളാണ് കുംഭൻ രാശിക്ക്. ഇനി മീനം രാശി. പൂരിട്ടാതി അവസാന പാദം, ഉത്രട്ടാതി, രേവതി. മീനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ശനി പ്രതികൂലമാണ്. ജന്മശനിയാണ്. ശാരീരിക മാനസിക അസ്വസ്ഥതകളുണ്ടാവാം. നമ്മൾ ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാട് നടത്തുക. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. ഇവർക്ക് ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് വ്യാഴം 5ാം ഭാവത്തിൽ നിൽക്കുന്നു. ചൊവ്വ 3ാം ഭാവത്തിൽ അനുകൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഇവർക്ക് ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം ഉണ്ടാവാം. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ച ഉണ്ടാവും. ഭൗതിക സുഖങ്ങൾ, അതുപോലെ തന്നെ വിവാഹം കാത്തു നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് അനുകൂലമായിട്ടുള്ള സംഭവങ്ങളുണ്ടാവും. പ്രണയ ജീവിതം സഫലമാവും. അതുപോലെ തന്നെ ദാമ്പത്യ രംഗത്ത് ഊഷ്മളമായ അനുഭവങ്ങളുണ്ടാവും. പൊതുവെ മീനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി ഭാഗ്യ നിറങ്ങൾ പറയാം. 4-ാം തീയതി ശനിയാഴ്ച കറുപ്പ് അല്ലെങ്കിൽ നീല. ക്ഷമിക്കണം, 4-ാം തീയതി ശനിയാഴ്ച കറുപ്പ് അല്ലെങ്കിൽ നീല. 5-ാം തീയതി ഞായറാഴ്ച ചുവപ്പ് അല്ലെങ്കിൽ ഇവയുടെ ഇളം നിറങ്ങൾ, അല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈനായിട്ട് വരുന്ന വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധന ഉണ്ടാകുന്നതാണ്. ഇനി ബ്രഹ്മമുഹൂർത്തം നോക്കാം. ജൂലൈ 4, 5 തീയതികളിൽ രാവിലെ 4:36 AM മുതൽ 5:24 AM വരെയാണ് 4, 5 തീയതികളിൽ ബ്രഹ്മമുഹൂർത്തം. അഭിജിത്ത് മുഹൂർത്തം ജൂലൈ 4, 5 തീയതികളിൽ ഉച്ചയ്ക്ക് 12 മണി 1 മിനിറ്റ് PM മുതൽ 12 മണി 51 മിനിറ്റ് PM വരെ അഭിജിത്ത് മുഹൂർത്തമാണ് 4, 5 തീയതികളിൽ. അഭിജിത്ത് മുഹൂർത്തത്തിലും ബ്രഹ്മമുഹൂർത്തത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥനകൾക്കും ക്ഷേത്ര ദർശനത്തിനും സമയം കണ്ടെത്തുക. അതുപോലെ തന്നെ ഗുരുതുല്യരായവർക്ക് ശുഭദിനം അയക്കാൻ മറക്കരുത്. ഓക്കെ. ഇനി രാഹുകാലം നോക്കാം. 4-ാം തീയതി രാവിലെ 9:19 AM മുതൽ 10 മണി 53 മിനിറ്റ് AM വരെയാണ് 4-ാം തീയതി രാഹുകാലം.
5 വൈകിട്ട് 5:07 PM മുതൽ 6:40 PM വരെ രാഹുകാലമാണ് 5 രാഹുകാലത്ത് യാത്രകൾ ഒഴിവാക്കുക, പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക. ഇനി ഭാഗ്യ നമ്പറുകൾ പറയാം. 4-7-2026 3 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 4, 7, 2, 6, 9 ഇവയും ഭാഗ്യസംഖ്യകളാണ്. 5-7-2026 4 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 5, 7, 2, 6, 9 ഇവയും ഭാഗ്യസംഖ്യകളാണ്. വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ച് തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.